ഹാപ്പി അല്ലേ? നമുക്കിന്ന് കുറച്ച് സ്റ്റിക്കേഴ്സ് റെഡി ആക്കിയാലോ? നമ്മൾ എപ്പോഴും ചെയ്യുന്ന പിക്ചേഴ്സിൻ്റെ സ്റ്റിക്കേഴ്സ് അല്ലേ? ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് ടെക്സ്റ്റ് സ്റ്റിക്കേഴ്സ് ചെയ്യാം. അതായത് കുറച്ച് സിമ്പിൾ ക്യൂട്ടായിട്ടുള്ള കോഡ്സ്. അതിന് വേണ്ടി കട്ടിയുള്ള പേപ്പർ വേണം. ഡ്രോയിങ്ങിൻ്റെ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. നമുക്കതിന് പകരം ചാർട്ട് പേപ്പറും യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് കുറച്ച് സ്കെച്ചും പിന്നെ ഒരു പോയിൻ്റ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് പെന്നും. അപ്പോൾ എങ്ങനെ തുടങ്ങാം? ഇതുപോലെ ഓരോ കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള കോഡ്സ് ഇതുപോലെ ബോൾഡ് ലെറ്റേഴ്സിലൊന്ന് എഴുതി കൊടുക്കാം. അതിൻ്റെ മുകളിലൂടെ സ്മോൾ ലെറ്റേഴ്സിൽ ഇതുപോലെ ഫുള്ളായിട്ട് ഓരോ വേർഡ്സ് എന്താണോ അതിൻ്റെ സെയിം അങ്ങോട്ട് കോപ്പി ചെയ്യുക സ്മോൾ ലെറ്റേഴ്സിൽ. അപ്പോൾ കാര്യം പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഇതുപോലെ എൻജോയ് ദി ലിറ്റിൽ തിങ്സ്. ക്യൂട്ട് ആൻഡ് ഷോർട്ടായിട്ടുള്ള ചെറിയ ഇതാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതുപോലെ ഓരോന്നും പല കളറിൽ യെല്ലോ, റെഡ്, ബ്ലൂ പല കളേഴ്സിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഒന്ന് എഴുതിയെടുക്കുക, സ്മോൾ ലെറ്റേഴ്സിൽ ഒന്ന് കോപ്പി ചെയ്യുക. അങ്ങനെ ഓരോന്നും നമുക്ക് പെട്ടെന്ന് എഴുതിയെടുത്താലോ? ഇതുപോലെ 2-3 സെയിം പാറ്റേണിൽ നമ്മളൊന്ന് പെട്ടെന്ന് ഫില്ലാക്കി എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് മാർക്കർ കൊണ്ട് ബ്ലാക്ക് കളർ കൊണ്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ കളർ ഫില്ല് ചെയ്യുക ചെയ്യുന്നത് യെല്ലോ കളർ യൂസ് ചെയ്തിട്ട് അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ ഒരു കളർ കൊടുക്കുക. പിന്നെ അതും കൂടെ ഫില്ലായതിനു ശേഷം ഒരു ക്ലൗഡി എഫക്റ്റ് പോലെ ഷേപ്പായി കൊടുക്കുക. പെന്ന് കൊണ്ട് തന്നെ അതിൻ്റെ കവറിങ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് പാറ്റേണും റെഡിയായി. നെക്സ്റ്റ് നമുക്കൊരു തേർഡ് പാറ്റേൺ പിടിച്ചാലോ? ഇതിന് വെറൈറ്റി ആയിട്ട് വേറെ കളർ മിക്സ് ചെയ്താലോ? അതിന് വേണ്ടി നമ്മളിവിടെ ചെയ്യുന്നത് ഇതുപോലൊരു സിമ്പിൾ സംഭവമാണ്. ഓരോ വേർഡ്സിനും ഓരോ കളർ യൂസ് ചെയ്യുക. അത് ക്യാപിറ്റലോ സ്മോളോ ഇഷ്ടമുള്ളത് മിക്സ് ചെയ്യാം. ഇതുപോലെ ഓരോ കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഡോണ്ട് ഫോർഗെറ്റ് ടു സ്മൈൽ ടുഡേ. അങ്ങനെ ഓരോ വേർഡ്സിനും ഓരോ കളർ. ഇനി കുറച്ച് കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സോ സ്റ്റാർസോ അങ്ങനെ അവിടെയൊക്കെ ടച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് ഓരോന്നും നമുക്കൊന്ന് പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. ഇത് ചുറ്റും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൂടെയുള്ള സ്റ്റിക്കേഴ്സിനും എല്ലാം ഇതുപോലെ യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ അതും വേഗം സെറ്റ് ചെയ്തെടുത്താൽ അതും തേർഡ് പാറ്റേണും റെഡിയായി. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് കളർ മിക്സാണ്. അതായത് ഓരോ ലെറ്റേഴ്സിനും ഓരോ കളർ ഇങ്ങനെ നമ്മളൊന്ന് എഴുതിയെടുത്തിട്ടുണ്ട്. അതിനും സെയിം പെൻ യൂസ് ചെയ്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊന്ന് വേഗം ഫില്ലാക്കിയെടുക്കാം. എല്ലാം എഴുതി സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഓരോന്ന് കട്ട് ചെയ്തെടുക്കണ്ടേ? സ്റ്റിക്കർ ഫോമിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഓരോ കോഡ്സും ഒന്ന് ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സെല്ലോ ടൈപ്പാണ്. ഒരു ക്ലിയർ ടൈപ്പ്. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഓരോ പേപ്പേഴ്സും ഒന്ന് തല തിരിച്ചിതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, ഷോ ചെയ്യുന്ന രീതിയിൽ. എന്നിട്ട് അത് കട്ട് ചെയ്യുക, അതിൻ്റെ ഷേപ്പിന് കട്ട് ചെയ്യുക, ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ സ്റ്റിക്ക് ചെയ്തെടുക്കുക നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ഓരോ സ്റ്റിക്കേഴ്സും നമുക്ക് ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ നോർമൽ സ്റ്റിക്കർ ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. നമ്മൾ പിക്ചേഴ്സ് യൂസ് ചെയ്തല്ലേ സാധാരണ സ്റ്റിക്കേഴ്സ് ചെയ്യാറ്. ഒരു വെറൈറ്റിക്ക് വേണ്ടി സിമ്പിൾ കുറച്ച് കോഡ്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ സെല്ലോ ടൈപ്പിൽ നമ്മളുടെ ഓരോ കോഡ് സ്റ്റിക്കേഴ്സും ഇതുപോലെ ഒന്ന് നിരത്തി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോ ഷേപ്പിലും അതൊന്ന് കട്ട് ചെയ്തെടുക്കുക, ഡയറക്റ്റ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലൊന്ന് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ എങ്ങനെ സിമ്പിളായിട്ടുള്ള നമ്മളുടെ കോഡ് സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയില്ലേ? എപ്പോഴും നമ്മൾ കുറച്ച് പിക്ചേഴ്സ് ചില ചെയ്യുന്നത്. ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് ജേർണലും ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ടൈമിൽ എളുപ്പമായിരിക്കും. അപ്പോൾ എങ്ങനെ നമ്മുടെ സിമ്പിൾ സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്നും പറയുന്നത് പോലെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് താങ്ക് യു.